ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ബീഫ് പള്ളിക്കറി നെയ്ച്ചോറും കിട്ടും. അപ്പോൾ ടൈം ആയില്ല, 9:30 മണി ആയിട്ടുള്ളൂ. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് നോക്കട്ടോ. ഇതാണ് മക്കളെ ബീഫ് പള്ളിക്കറി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ് രാവിലെ 9 മണിക്ക് എത്തിപ്പെട്ടത്. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും ഏത് ഹോട്ടലിൽ പോയാലും ഈ ഒരു കാഴ്ച കാണാൻ കഴിയില്ല. 250 കിലോ ബീഫ് പള്ളിക്കറി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. ഇത് വൈകിട്ട് കാലിയാവും. പിന്നെ 100 കിലോ കൂടി ഉണ്ടാക്കുന്നതാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഒറ്റ കാരണം നമ്മൾ അസീസ് ഭായിൻ്റെ ഈ സ്പെഷ്യൽ മസാലക്കൂട്ട് തന്നെയാണ്. പിന്നെ ഈ പള്ളിക്കറിയിലെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിയും. ഇത്രക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു ബീഫ് പള്ളിക്കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിരിക്കണോ? ഒരു തുള്ളി വെള്ളമില്ല, കണ്ടോ? ഫുള്ള് ബീഫാണ്, ബീഫ് മാത്രം. എന്താണ് സാധനം സെറ്റാട്ടോ. ഒരു 11 മണി കഴിഞ്ഞ് കഴിക്കായിരുന്നു. എന്താണ് സാധനം അത്? ആണോ? ബീഫ് ഉണ്ടില്ലേ? ബീഫ് മാത്രം ഉണ്ടാവുള്ളൂ അതിൽ. വേറൊരു ഭാഗത്ത് കോഴി പൊരിക്കുന്നൊക്കെ ഉണ്ട്. പള്ളിക്കറി നെയ്ച്ചോറ് മാത്രമല്ല, ബിരിയാണി, ചിക്കൻ ചുക്ക, പത്തല്, പൊറാട്ട, CDF അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഹൈലൈറ്റ് ഈ പള്ളിക്കറി നെയ്ച്ചോറും തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ ബീഫിൻ്റെ ഒക്കെ സോഫ്റ്റ്. 3-4 മണിക്കൂർ വിറകടപ്പിൽ സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ പള്ളിക്കറി ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതിലൊരു പീസ് എല്ല് കാണിക്കാൻ പറ്റില്ല. അത്രക്കും അടിപൊളി ബീഫ് പള്ളിക്കറി തന്നെയാണ്. പാവം ഒരാള് കഴിക്കുന്ന കയ്പ്പ് കണ്ടില്ലേ? 11 മണിക്ക് പള്ളിക്കറി നെയ്ച്ചോറും ആസ്വദിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ പട്ടിണിക്കിട്ട് കൊണ്ടുവന്നാ ഞാൻ. പള്ളിക്കറിയിലെ ബീഫിൻ്റെ ഒരു പീസും പിന്നെ കോഴി പൊരിച്ചിൻ്റെ ഒരു പീസും ആ പരിപ്പ് കറിയും നെയ്ച്ചോറും കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ സുഖം ഉണ്ടല്ലോ. അത് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചാൽ അറിയുള്ളൂ കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ വരോ? ഇഷാദ് കാണും. നിങ്ങൾ വരും. ഇഷാദ് കാണട്ടോ. സന്തോഷം കേട്ടോ. ഓക്കെ. നമ്മളൊക്കെ കഴിച്ച ഫുഡിനെക്കാട്ടി മുൻചാട്ട് ഇവരെ കൽവിന് അതറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണോ? കൊല്ലിയ തട്ടുകട, കാസർഗോഡ്. വീട് സേവ് ചെയ്തോളി.